മോനെ ഇവിടെ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് മുന്തിരി അധികം വരുന്നത്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടോളി നല്ലോണം കണ്ടോളിട്ടില്ലേ. ഇത് പഴുത്തിട്ടില്ല, ഇനി പഴുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അടുത്ത തോട്ടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അടുത്തതാണ് വിളവെടുപ്പ് കഴിഞ്ഞാണ്. അടുത്ത തോട്ടം ഇത് വേറൊരു തോട്ടം ഈ സൈഡിൽ. അതിൽ കയറാം. അമ്മച്ചിയോടെ ചോദിക്കാം നമുക്ക്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ പഴുത്തൊരു മുന്തിരിത്തോട്ടത്തിനുള്ളിൽ കയറി കേട്ടോ. ഇവിടെ മോനെ ഡയറക്റ്റ് ലൈവായി കാണട്ടെ. അപ്പം നമ്മൾ ഇവിടെ കുറേ പെട്ടിയിലാക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ നിരത്തുണ്ട്, കുറേ ബോക്സ് പീസ് ഉണ്ട്. പിന്നെ ഇവിടെ അമ്മച്ചി ഉണ്ട്, അമ്മച്ചി വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയൊക്കെ ഇതൊക്കെ എന്താ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെ മുന്തിരിത്തോട്ടങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിലൊരു സന്തോഷം കേട്ടോ. അത് നമ്മൾ ഷെയർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ മോനെ ഒരുപാട് കൊണ്ടുവരാൻ നാട്ടിൽ എന്ത് രസമാണ് കാണുന്നത്. ഇവിടെ ഉപകാരം ഇവിടെ കുറച്ച് വലുതായിട്ട്, അവിടെ കുറേ ചെറുതായിട്ട് ചെളുമ്പ് പോലെ തോന്നും. കുറേ ആൾക്കാർ ഒന്നിക്ക് വന്ന ആൾക്കാരുണ്ട് ഉള്ളിൽ. ഇവിടെ നിറച്ച് കാര്യമായിട്ട് നമുക്ക് മുന്തിരിപ്പാടങ്ങൾ തന്നെ കാണാം കേട്ടോ. ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ അവിടെ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അത് അമ്മച്ചിയുടെ കട്ടീനുണ്ട് കേട്ടോ. അമ്മച്ചി കട്ടീനെ വീഡിയോ കാണിച്ചു തരാം. കണ്ടോ, ഇതെങ്ങനെ അറുക്കുന്നുണ്ട് അവിടെ അമ്മച്ചി. ഉണ്ടോ ഫ്രഷ് സാധനം കട്ടീനുണ്ടല്ലേ, കത്തിരികണ്ട്. കുറച്ചൊരു പഴയതൊക്കെ എന്ത് ചെയ്യുക, ഒരു കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഫ്രഷ് സാധനം എടുക്കുന്നുണ്ട്. ഏതൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അതിൽ നല്ല സാധനം മാത്രമേ ഉള്ളൂ. നമ്മൾ എടുത്തിട്ട് നമ്മൾ നാട്ടിലൊക്കെ അയച്ചു വിടുന്നതൊക്കെ വെച്ചിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ. അതുപോലെ കത്തിരികണ്ട് കട്ടീനെ നല്ല ഭാഗം എടുത്ത് കാണിക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹം കേട്ടോ, ഇങ്ങനെ കമ്പന്തേനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മതി ആ രണ്ട് മൂന്ന് കൂടി വർക്ക് കേട്ടോ, 2-3 കൂടി വർക്ക്. ഇവര് കംപ്ലൈൻറ്റ് മുന്തിരി ഒഴിവാക്കിയിട്ടില്ല. എത്രയാണിത്? ഇത് തന്നെ ഉണ്ടാവും ഒരു 4 കിലോ 3 കിലോ അടുത്തുണ്ടാവും. ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് വന്നു കേട്ടോ.
അപ്പോൾ ഇനി ഇവിടെ നമ്മൾ എന്തായാലും ബസ് കത്തിക്കണേ. ഇനി ഇവിടെ നമുക്ക് കമ്പത്തേക്ക് ബസ് കയറി പോകണം. അപ്പോൾ 1 മണിക്കൂർ ഇടവിട്ടാണ് ഇതിൻ്റെ ബസ്സുള്ളത്. എന്തായാലും നമുക്ക് കമ്പത്ത് പോയിട്ട് ഇനി അവിടെ നിന്ന് നമുക്ക് മൂന്നാർ പോകണേ. അവിടുത്തെ കുറച്ച് വീഡിയോ നമുക്ക് എടുത്തിട്ട് ഓക്കെ കാണാം. ഒക്കെ മുന്തിരിത്തോട്ടം കേട്ടോ, ഫുള്ള് മുന്തിരിത്തോട്ടം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ 2, 3, 4, 5 കിലോമീറ്ററോളം ഫുള്ള് മുന്തിരിത്തോട്ടം. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിനെ വന്നിട്ട് KSRTCയിൽ പാലക്കാട് നിന്ന് നേരെ പഴനിക്ക് ഡയറക്റ്റ് ബസ്സില്ലാത്ത കാരണം നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് വന്നത്. പഴനിയിൽ നിന്ന് നേരെ കമ്പത്തേക്ക്, പിന്നെ കമ്പത്ത് നിന്ന് നേരെ പിന്നെ നമുക്ക് സുള്ളിത്തേരി സ്ഥലത്തുണ്ട്. അവിടെ നിറയെ മുന്തിരിപ്പാടങ്ങൾ നിറച്ച് കാണും നമുക്ക്. ഇപ്പം നമ്മൾ ഈ വന്ന സ്ഥലമൊക്കെ സുള്ളിത്തേരിയാണ് സ്ഥലം.